കാലങ്ങളായിട്ട് 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഒരു ഭയങ്കര ഓർഡിനറി ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് മുതലേ പഠിപ്പിച്ചു തന്നെ ആ പാറ്റേണിൽ അതിൻ്റെ അപ്പുറത്തേക്ക് മാറാൻ നമ്മൾ പിള്ളേർ റെഡി ആവുന്നില്ല എന്നുള്ള റിയാലിറ്റി. അതായത് അൺസർട്ടനിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. അതായത് ജീവിക്കാൻ വേണ്ടി 10-21 വർഷം പഠിക്കുക, അങ്ങനെ ഒരു ജീവി ഭൂമിയിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 21 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ് കോളേജിന് പുറത്ത് വരുമ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവണേ ഇതൊന്നല്ല ജീവിതം, ഇതുകൊണ്ടല്ല എനിക്ക് ജീവിക്കാൻ പറ്റാന്നുള്ളത്. എല്ലാം മാറി, ചുറ്റും കാറുകൾ മാറി, ലൈറ്റുകൾ, ഇപ്പോൾ ബൾബില്ല, ഇപ്പം എല്ലാം LED, പുതിയ സാങ്കേതികവിദ്യ, TV മാറി, നമുക്ക് ചുറ്റും എല്ലാം മാറി. പക്ഷെ നമ്മൾ പഠിച്ച സ്കൂളിൽ പോയി നോക്കും, അവിടെ ഇപ്പോഴും പഴയ സ്കൂളും പഴയ പോലത്തെ ടീച്ചർമാരാണ്. ഇന്ന് ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്ക് നമ്മുടെ അധ്യാപകരെങ്കിലും കൂടുതൽ അറിവുണ്ട്. അപ്പോൾ അവരുടെ കഴിവിൽ നമുക്ക് കുട്ടികൾ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ പാഠ്യ പദ്ധതിയും അതിനോടുള്ള സമീപനം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കും വളരെ നല്ലൊരു ഇന്നോവേറ്റീവ് കൺട്രി ആയിട്ട് മാറാൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൾ അവർ എന്താ പറയുക സെക്ടേഴ്സ് ഫ്രം ഇക്കോണമി ടു എവരിവെയർ. നമ്മൾ കുട്ടികളെ തയ്യാറാക്കിയിരുന്നത് അറിയുന്നൊരു ലോകത്തിന് വേണ്ടിയായിരുന്നു. അതായത് നിങ്ങൾ നന്നായി പഠിച്ചോൾ, +2 നല്ല മാർക്ക് കിട്ടിയാൽ എഞ്ചിനീയറിങ്ങിന് പോകാം, അത് കഴിഞ്ഞ് ഇൻഫോസിസിൽ ഒരു ജോലി കിട്ടും, പറ്റണമെങ്കിൽ അമേരിക്കയിൽ പോകാം, അപ്പോൾ ലൈഫ് സെറ്റിൽ. ടുഡേ വി ആർ പ്രിപ്പയറിംഗ് അവർ ചിൽഡ്രൻ ഫോർ അൺസർട്ടൻ വേൾഡ്. വേൾഡ് ഈസ് സോ ഡിസ്റപ്റ്റീവ് ആൻഡ് ഇറ്റ്സ് ചേഞ്ചിങ് സോ ഫാസ്റ്റ്, ട്രാൻസ്ഫോമിങ് സോ ഫാസ്റ്റ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത് നിലവിലുള്ള 80% ജോലികളും ആ രൂപത്തിൽ നിന്ന് മാറും. ഇറ്റ് ഗെറ്റ് ട്രാൻസ്ഫോംഡ്. സോ വി ആർ പ്രിപ്പയറിംഗ് അവർ സ്റ്റുഡൻസ് ഫോർ അൺസർട്ടൻ വേൾഡ്.